പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സ്നേഹമുള്ള എല്ലാ ദൈവമക്കൾക്കും ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സർവശക്തനായ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. സകല ഐശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ. ഇന്ന് പകൽക്കാലം പ്രഭാതം കണ്ടവര് പലരും ഇന്ന് രാത്രികാലം കാണുവാൻ കഴിയാതെ ഭൂമി വിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പലരും പലവിധമാകുന്ന അനർത്ഥങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒടയതമ്പുരാൻ നമ്മളോട് കാണിക്കുന്ന നല്ല സ്നേഹത്തിനായി, ആ നല്ല കരുതലിനായി ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്ത് എൻ്റെ ദൈവിക ചിന്ത എന്ന് പറയുന്നത് രോഗശാന്തിയും നന്മയും വരുത്തുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ്. ഇന്ന് രാത്രികാലം തിരുവചനത്തിൽ കൂടി എനിക്ക് ചിന്തിക്കുവാൻ ആമനുള്ളത്. പലപ്പോഴായി രോഗത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന് നന്മകളെ ശത്രുവാകുന്നവൻ പരാജയപ്പെടുത്തി കളയുമ്പോൾ ജീവിത മേഖലയിൽ ക്യാൻസർ എന്ന രോഗം, കിഡ്നി സംബന്ധമായുള്ള രോഗം, ഇർണിയ സംബന്ധമായുള്ള രോഗം, അസ്ഥി സംബന്ധമായുള്ള രോഗം, മറ്റു പലവിധമാകുന്ന രോഗങ്ങൾ കൊണ്ടുവന്ന് പല വൈദ്യന്മാരെയും ആശ്രയിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ, സൗഖ്യം വരാതെ നന്മകളെ ചോർത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം അനുഭവിക്കേണ്ട, നമ്മുടെ തലമുറകൾ അനുഭവിക്കേണ്ട നന്മകൾ പലപ്പോഴും ശത്രുവാകുന്നവൻ നമ്മിൽ നിന്ന് ചോർത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വാഗ്ദത്തം ചെയ്യുന്നു, ഞാൻ നിനക്ക് രോഗശാന്തിയും നന്മയും വരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പലപ്പോഴും നാം അനുഭവിക്കേണ്ട നന്മകൾ വർഷങ്ങളായി നമ്മുടെ കരങ്ങളിൽ നിന്നും ശത്രുവാകുന്നവൻ ചോർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പല മേഖലകളിലും ആശ്രയിച്ചിട്ടും നമുക്ക് ഒട്ടും സൗഖ്യം വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നത്, ഞാൻ നിനക്ക് രോഗശാന്തി വരുത്തുവാനിടയായിത്തീരും, നന്മയെ മടക്കി തരുവാൻ തക്കവണ്ണമിടയായിത്തീരും. എൻ്റെ ജീവിത അനുഭവത്തിലും എനിക്ക് ഈ വചനത്തോട് ചേർന്ന് പറയാൻ കഴിയും. എൻ്റെ ജീവിതത്തിലും രോഗത്തിൻ്റെ അനുഭവം, എൻ്റെ വൈഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രോഗത്തിൻ്റെ അനുഭവത്തെ സർവശക്തനായ ദൈവം അത്ഭുതകരമായി സൗഖ്യം നൽകി തന്ന് ആമേൻ നന്മയെ ചോർത്തിക്കൊണ്ടിരുന്ന മേഖലയിൽ നിന്ന് ആ നന്മയെ ദൈവാത്മാവ് മടക്കിത്തരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അതിനാധാരമായിട്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിൽ വ്യക്തമായി വചനത്തിൽ കൂടി വെളിപ്പെടുത്തുക, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തും. നാളിതുവരെ നിന്റെ വിട്ടുമാറാത്ത രോഗത്തിന്റെ നടുവിൽ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ? പലരെയും ആശ്രയിച്ചിട്ടും ജീവിതത്തിൽ ഇന്നുവരെ ഒരു വിടുതൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലയോ? എന്നാൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിനക്ക് രോഗശാന്തി വരുത്തുവാനിടയായിത്തീരും. അതിന് നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും സൃഷ്ടിച്ചു തന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതിനുദാഹരണമായി വെളിപ്പെടുത്തിയാൽ, നാം ഒരു വാഹനം വാങ്ങുന്നു, ആ വാഹനം നാം യൂസ് ചെയ്യുന്നു. എന്നാൽ ഇതിനെ നിർമ്മിച്ച
ഒരു കമ്പനിയുണ്ട്. അതിൻ്റെ വർക്കുകൾ നന്നായിട്ട് അറിയാവുന്ന വർക്കേഴ്സുകളുണ്ട്. ആ വർക്കേഴ്സുകളെക്കാൾ ഏറ്റവും കൂടുതൽ ഈ വാഹനത്തിന്റെ കംപ്ലൈന്റിന് തിരിച്ചറിയാൻ കഴിയുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം പ്രൊഡക്റ്റ് ചെയ്ത് പുറത്തിറക്കിയ കമ്പനി ഏതാണോ ആ കമ്പനിക്കാർക്കറിയാം ഈ വാഹനത്തിന്റെ കംപ്ലൈന്റ് എന്താണെന്ന്. പലപ്പോഴും നാം വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരുമ്പോൾ മാക്സിമം ഷോറൂമിലേക്ക് എത്തിക്കുവാനിടയായിത്തീരും. ഷോറൂമുകാർ അതിന്റെ കംപ്ലൈന്റുകൾ കണ്ടെത്തി ഈ വാഹനം അതിന്റെ വർക്കുകൾ പൂർത്തീകരിച്ച് നിരത്തിലിറക്കിയ കമ്പനി ഏതാണോ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പോരായ്മകൾ വെളിപ്പെടുത്തുമ്പോൾ അവർ നിർദ്ദേശിക്കും ഇന്ന കാര്യങ്ങൾ ആ വാഹനത്തിൽ ചെയ്താൽ വാഹനത്തിന്റെ കംപ്ലൈന്റ് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നു പറഞ്ഞതുപോലെയാണ് ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ദൂത് വെളിപ്പെടുത്തുന്നത്. എന്നെ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് അറിയാം എൻ്റെ ഉള്ളിലെ സ്പെയർ പാർട്സിന് എന്താണ് കംപ്ലൈന്റ് വന്നിരിക്കുന്നത് എന്ന. അപ്പൊ ഈ കംപ്ലൈന്റിനെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കണമെങ്കിൽ ഷോറൂമുകാര് ഈ വാഹനം ഇറക്കി കമ്പനിയിൽ വിളിച്ച് അതിന്റെ പോരായ്മകൾ പറയുമ്പോൾ കമ്പനി നിർദ്ദേശിക്കുന്നത് പോലെ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ ശരീരത്തിലെ പോരായ്മ എന്താണോ, നമ്മളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ പോരായ്മ എന്താണോ, നമ്മളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തളത്തിൽ വ്യാപരിക്കുന്ന പോരായ്മയെ ദൈവാത്മാവിനെ പരിഹരിച്ച് ആ രോഗത്തിന്റെ പിന്നിൽ നമ്മുടെ നന്മയെ ചോർത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ പ്രവർത്തനത്തെ ബന്ധിച്ച് അതിനെ ബൈൻഡ് ചെയ്ത് നമ്മുടെ നന്മയെ നമ്മുടെ കരങ്ങളിലേക്ക് സർവശക്തനായ ദൈവം മടക്കി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിപ്പിക്കുന്നത്, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും സത്യത്തിന്റെയും നന്മകൾ അല്ലെങ്കിൽ സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവ സൗഖ്യം വരുത്തും. സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ദുഷ്ടശക്തികളെ ദൈവാത്മാവ് നിഗ്രഹിച്ച് ഏതിനാലാണോ എന്റെ സമാധാനത്തെ കെടുത്തുന്നത്, അത് രോഗത്താലാണോ, മറ്റു മാനുഷിക ശക്തികളാലാണോ, പലവിധമാകുന്ന ചിന്താവ്യാകുലങ്ങളാലാണോ എന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നത്, അതിനെ മടക്കി തരുകയും സത്യത്തിന്റെയും സമൃദ്ധിയുടെയും പാതകളിലേക്ക് എന്നെ ദൈവാത്മാവ് നടത്തുകയും ചെയ്യുവാനിടയായിത്തീരും. അപ്പൊ ആ സ്പെയർ പാർട്സ് അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ യാക്കോബിനോടുള്ള വാഗ്ദത്തത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബിനോടുള്ള വാഗ്ദത്തത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദൂരത്തു നിന്ന് സന്തതിയെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബും മടങ്ങി വന്ന സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും, ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. അപ്പൊ എവിടെയാണോ പരാജയപ്പെട്ടത്, എവിടെയാണോ ചിതറിപ്പോയത്, എവിടെയാണോ നഷ്ടപ്പെട്ടത്, അവിടെ നിന്നും മടക്കി വരുത്തി സർവശക്തനായ ദൈവം നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ സൃഷ്ടിച്ച ഒടിയ തമ്പുരാന്റെ കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ചു കൊടുക്കാം. ഒരു വാഹനത്തിന്റെ പോരായ്മയെ പരിഹരിക്കുവാൻ ഷോറൂമുകാരൻ അതിനെ നിർമ്മിച്ച ഫാക്ടറിയിലേക്ക് വിളിച്ച് അതിന്റെ കംപ്ലൈന്റുകളെ പറയുമ്പോൾ നിർമ്മാതാവ് അതിന്റെ കംപ്ലൈന്റുകളെ പരിഹരിക്കുവാനുള്ള നിബന്ധനകൾ കൊടുക്കുന്നത് പോലെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കുറവുകൾ എന്താണോ അതിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് ഇറങ്ങി വന്ന് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.